പിതൃമോക്ഷപ്രാപ്തി തേടി ഇന്ന് കർക്കിടകവാവ്. പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണത്തിന് വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ തെക്കൻ കേരളത്തിൽ പ്രധാനമായും തർപ്പണ ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും വർക്കല പാപനാശത്തും ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. കോഴിക്കോട് വരയ്ക്കൽ തീരത്തും കർക്കിടകവാവ് ബലിതർപ്പണം തുടരുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് ആതിരയും, കൊല്ലത്ത് നിന്ന് സുധീഷും, ആലുവയിൽ നിന്ന് കിരണും, കോഴിക്കോട് നിന്ന് എം രാകേഷും ചേരുകയാണ്. ആദ്യം ഞാൻ ആതിരയിലേക്ക് പോവുകയാണ്. ആതിര, വൻ ജനത്തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ആതിര, കേൾക്കുന്നുണ്ടോ ആതിര? ആതിര ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിന് മുന്നിലാണ്. ആതിര, വലിയൊരു ജനത്തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ പൂർത്തിയായിട്ടുള്ളത്? വിശദാംശങ്ങൾ. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ തിരുവനന്തപുരം ക്ഷേത്രത്തിൽ ഈ പിതൃതർപ്പണത്തിന്, ബലിതർപ്പണത്തിന് എത്തുന്ന തിരുവനന്തപുരത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ഇവിടെ ഈ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ ഏകദേശം പുലർച്ചെ 2:30യോടുകൂടിയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചത്. ഏകദേശം ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചവരെ നീളുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ 9 ബലിതർപ്പണ മണ്ഡപങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര, കർണാടക പോലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഈ വർഷവും അതിനൊരു മാറ്റമില്ല. വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ ഇപ്പോഴുമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ക്യൂ ആണ് പുറത്തൊക്കെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം പുലർച്ചയോടുകൂടി ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകളാണ് ഇപ്പോഴും നീളുകയാണ്. രാവിലെയൊക്കെ തന്നെ വന്ന് എത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ്. കാരണം അത്രത്തോളം ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മന്ത്രിമാരായ വി ശിവൻകുട്ടി ഉൾപ്പെടെ എത്തി ഇവിടങ്ങളിലെ ഒരുക്കങ്ങളും മറ്റും വിലയിരുത്തലുകളൊക്കെ നടത്തിയിരുന്നു. ഏകദേശം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന കേന്ദ്രമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് വിന്യാസവും പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കാലാവസ്ഥ കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ജാഗ്രതയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ മാറി നിൽക്കുന്നത് വലിയൊരു ആശ്വാസമാകുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ മഴയുമായി ബന്ധപ്പെട്ട ഈ കടലിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തായിരുന്നു ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. ഏതായാലും ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചവരെ നീളുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 9 ബലിമണ്ഡപങ്ങളിലായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഐശ്വര്യ. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കൊല്ലത്തേക്ക് പോവാം. അവിടെ സുധീഷ് ഉണ്ട്. സുധീഷ്, കൊല്ലത്ത് പ്രധാനമായും തിരുമൂലവാരം, മുണ്ടക്കൽ പാപനാശം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ഐശ്വര്യ, പുലർച്ചെ മുതൽ തന്നെ കൊല്ലം തിരുമുല്ലാവരം ക്ഷേത്രത്തിന് സമീപത്തുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മുണ്ടക്കൽ പാപനാശം, ഈ 2 സ്ഥലങ്ങളിലാണ് പ്രധാനമായും കൊല്ലം ജില്ലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ, ദൃശ്യങ്ങൾ കാണുന്ന പോലെ വളരെ വലിയൊരു ജനക്കൂട്ടമാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും. പുലർച്ചെ മുതൽ എത്തിയവർ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങുന്ന കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇവിടേക്കുള്ള പ്രധാന പാതകളെല്ലാം തന്നെ വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ട് അല്പം മുമ്പ് പോലീസ് കയർ കെട്ടി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ആൾക്കാർക്ക് കാൽനടയായി മാത്രമാണ് ഇവിടേക്ക് എത്തുന്നതിനുള്ള ഒരു സൗകര്യം ഉള്ളത്. അത് ഇവിടുത്തെ ഒരു തിരക്ക് കണക്കെടുത്താണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി നിരവധി സംവിധാനങ്ങളും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും മറ്റു നേതൃത്വത്തിൽ
നടത്തി വരുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ, അതായത് ഇന്ന് പുലർച്ചെ രാത്രി 12 മണിവരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നത്. ഒപ്പം ബലിതർപ്പണ ചടങ്ങുകളിൽ മടങ്ങുന്നവർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റു സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജില്ലാതല സംവിധാനങ്ങളും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെ കൂടാതെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള മറ്റ് സാധനങ്ങൾ അവർക്ക് എത്തിച്ചു നൽകുന്നതിനുള്ളൊരു സംവിധാനവും ഈ തിരുമുല്ലാവാരം ബലിതർപ്പണ ചടങ്ങുകൾ ഒരുക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിനും തൊട്ടടുത്തുള്ള കടൽത്തീരത്തും ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. ഐശ്വര്യ. ശരി, കൊല്ലത്ത് നിന്നും സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോകാം. അവിടെ എം രാഗേഷ് ഉണ്ട്. കോഴിക്കോട് വരയ്ക്കൽ തീരത്ത് കർക്കിടകവാവ് ബലിതർപ്പണം തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ ഇന്ന് രാവിലെ 10 വരെയാണ് ബലിതർപ്പണം. രാഗേഷ് ഈ സൂചിപ്പിച്ചതുപോലെ അവിടെ തിരക്കൊഴിവാക്കാൻ പ്രത്യേക വെബ്സൈറ്റിൽ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കനത്ത മഴയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല തിരക്കുണ്ടോ അവിടെ? നല്ല തിരക്ക് തന്നെയാണ് ഐശ്വര്യ. പുലർച്ചെ മുതൽ തന്നെ ആളുകൾ കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് എത്തിത്തുടങ്ങുന്നുണ്ട്. നമുക്ക് കാണാം, ഏകദേശം വരയ്ക്കൽ ബലിതർപ്പണ വേദി, അത് ഹിന്ദു ഐക്യവേദിയുടെ ബലിതർപ്പണ വേദിയാണ്. ഒപ്പം തന്നെ വരയ്ക്കൽ ബലിതർപ്പണ സമിതി, വരയ്ക്കൽ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം, ഇങ്ങനെ 4ഓളം സംഘാടകരാണ് ഇവിടെ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകുന്നത്. ഇതുകൂടാതെ കോഴിക്കോട് കടപ്പുറത്തും ഇത്തരത്തിൽ ബലിതർപ്പണത്തിനായി നിരവധി പേരാണ് എത്തുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഏകദേശം ബലിതർപ്പണ ചടങ്ങുകളൊക്കെ അവസാനിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു ആളുകളുടെ ഒരു ബാഹുല്യം കണക്കിലെടുത്ത് കൃത്യമായി തന്നെ അത്തരമൊരു സമയത്തോടു കൂടി ബലിതർപ്പണ ചടങ്ങുകൾ അവസാനിക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം അത്രമാത്രം ജനങ്ങളാണ് തിക്കും തിരക്കിലും കനത്ത മഴയിലും തന്നെ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണത്തിനായി കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് എത്തിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് ശേഷം ബലിതർപ്പണ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന കാർമ്മികരെല്ലാം തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ഈ ഭക്തരെ നിയന്ത്രിക്കുകയും രസീത് കൊടുക്കുകയും ഒപ്പം തന്നെ അതിനുള്ള ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, കോഴിക്കോട്ട് നിന്ന് എം രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലുവയിലാണ്. അവിടെ കിരൺ ഉണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, ആലുവ മണപ്പുറത്ത് എത്രത്തോളം വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്? ഇന്ന് പുലർച്ചെ 2:30 മുതലാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. 10,000-കണക്കിന് ഭക്തരാണ് പിതൃതർപ്പണ പുണ്യം തേടി ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. 61 ബലിത്തറകളാണ് ഇത്തവണ ബലിതർപ്പണത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നിരവധി ആളുകൾക്ക് ബലിതർപ്പണം നടത്താനായിട്ടുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ഏതായാലും കനത്ത മഴയാണ് രാവിലെ മുതൽ തന്നെ പെയ്യുന്നത്. ഈ മഴയും അവഗണിച്ചുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ ക്ഷേത്രം മേൽശാന്തി മല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ളതാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇത് ഉച്ചവരെ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആലുവയിലെ ഈ മഴയും ഒപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന കൂടിയ ഒരു സാഹചര്യത്തിൽ വിപുലമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. പോലീസും സെൽഫ് ഡിഫൻസ് ഫോഴ്സ് അടക്കമുള്ള നിരവധി ആളുകൾ ഏതായാലും ഈ സുരക്ഷാ ക്രമീകരണത്തിനുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ബോട്ടും ഈ പെരിയാറിലെ നിരീക്ഷണത്തിനായിട്ട് ഇവിടെ ഉണ്ട്. ഏതായാലും ആലുവ മണപ്പുറത്തുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ആലുവ അദ്വൈതാശ്രമത്തിലും ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും ഇന്ന് ബലിതർപ്പണം നടക്കുന്നുണ്ട്. ഐശ്വര്യ. ശരി കിരൺ, പിതൃമോക്ഷപ്രാപ്തി തേടി ഇന്ന് കർക്കിടക വാവാണ്. പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണത്തിന് വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആതിര, കൊല്ലത്ത് നിന്ന് സുധീഷ്, കൊച്ചിയിൽ നിന്ന് കിരൺ, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് കെ രാഗേഷ്.